പി.വി. അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ൽ ഉൾപ്പെടുത്തും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുകൂലമായതോടെയാണ് പി.വി. അൻവറിന്റെ UDF പ്രവേശനം സാധ്യമാകുന്നത്. CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ കക്ഷിയെയും UDF-ൽ ഉൾപ്പെടുത്താൻ ധാരണയായി. പ്രൈം ടൈം ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലമാക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് UDF മുന്നണി വിപുലീകരണത്തിന് ഒരുങ്ങുന്നത്. CPM കൂടാരത്തിൽ നിന്നിറങ്ങി MLA സ്ഥാനം രാജിവെച്ചതു മുതൽ UDF പ്രവേശനം ശ്രമിക്കുന്ന പി.വി. അൻവറിന്റെ പാർട്ടിയുടെ അപേക്ഷയാണ് ആദ്യം പരിഗണിക്കുക. അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തെ UDF-ൽ ഉൾപ്പെടുത്തുന്ന കാര്യം അടുത്ത മുന്നണി യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും. പി.വി. അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിനോട് വിരുദ്ധ സമീപനമുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളും RSP പോലുള്ള ഘടകകക്ഷികളും ഇപ്പോൾ അനുകൂല നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ പി.വി. അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ സ്ഥിരാംഗമായി തന്നെ ഉൾപ്പെടുത്തും. ആദിവാസി നേതാവായ CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും UDF പ്രവേശനം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. CK ജാനുവിന്റെ പാർട്ടിയെയും മുന്നണിയിൽ ഉൾപ്പെടുത്തും. നേരത്തെ CK ജാനുവിന്റെ പാർട്ടി സംസ്ഥാനത്തെ NDA മുന്നണിയുടെ ഭാഗമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് UDF യോഗം വിളിച്ച് തീരുമാനം കൈക്കൊള്ളാനാണ് ധാരണ. ഒരാഴ്ചയ്ക്കകം UDF യോഗം നടന്നേക്കും. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.